എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് വേണ്ടി, അതായത് എഞ്ചിനീയറിംഗിന് വേണ്ടി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സ്കോർ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് സ്ക്രീനിൽ ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് നമ്പറാണ് കാണുന്നത് അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു നമ്പർ ആണെങ്കിലും പിന്നീട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണോ ആ ഒരു സ്ക്രീനിൽ നമ്പർ കാണുന്നത് ആ ഒരു നമ്പറാണ് ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ മാർക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതിനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ തെറ്റുകളുള്ള വിദ്യാർത്ഥികൾ മെമോ ഡീറ്റെയിൽസിൽ പോയിട്ട് നിങ്ങളുടെ അവിടെ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എറേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ അതായത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക്, ഈ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിന് വേണ്ടി നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് കാണാൻ പറ്റും. അതായത് ഈ വർഷം +2 പരീക്ഷ എഴുതി ആദ്യമായിട്ട് ഈ വർഷം പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതേസമയം അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മുൻ വർഷങ്ങളിൽ +2 പരീക്ഷ പാസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി +2 തോൽക്കുകയും ഈ വർഷം +2 ജയിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് ചില സമയങ്ങളിൽ മാത്രമേ ആ ഒരു പേജിൽ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് മാനുവലായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്ത് നൽകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലൊക്കെ ആയിട്ട് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 2 റിസൾട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 റിസൾട്ട്സ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ അതിനെ ഒറ്റ PDF ആയിട്ട്, അതായത് ഒറ്റ PDF എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊന്നിൽ സ്കാൻ ചെയ്തിട്ട് ഒറ്റ PDF ആക്കാം. അതല്ലെങ്കിൽ അതായത് 2 റിസൾട്ടുകളെയും ഒറ്റ PDF ആക്കിയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 PDFകൾ, അതായത് 2 ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതായത് ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വന്ന റിസൾട്ടിൻ്റെ ഒരു PDF ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം എഴുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥിയാണെങ്കിൽ, അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ മാത്തമാറ്റിക്സിനാണ് കഴിഞ്ഞ വർഷം തോറ്റിട്ടുണ്ടായിരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും വിദ്യാർത്ഥി പാസ്സായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് ഉണ്ടായിരിക്കുക ആദ്യത്തെ ആ ഒരു +2വിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റായിട്ട് പരീക്ഷ ചെയ്തതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിൻ്റേത് ഈ വർഷത്തെ +2 റിസൾട്ടിൻ്റേതിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ +1ൻ്റെ പരീക്ഷയാണ് തോറ്റിട്ടുള്ളത് എങ്കിൽ കൂടിയും പല വിദ്യാർത്ഥികളും ഈ ഒരു +1ൻ്റേതായിരിക്കും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് +2വിൻ്റെ സെക്കൻഡ് ഇയർ റിസൾട്ടിൻ്റെ ആ ഒരു ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ അവിടെ കാണുന്ന ക്യാപ്ച കോഡും കൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റ് PDF ആ ഒരു ഡൗൺലോഡ് PDF ഓപ്ഷൻ ഉണ്ട്, ഒരു നീല കളറിലുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു PDF നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ +2വിൻ്റെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിൽ നമ്പേഴ്സ് മാത്രം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു PDF ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അതിനെ ഒരു ഇമേജ് ആക്കിയിട്ടോ മറ്റോ മാറ്റുക. കാരണം അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ ഒരുമിച്ചിട്ട്, അതായത് ഒറ്റ PDF ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഒറ്റ PDF ആക്കാനായിട്ട് അതിനെ PDF ടു ഇമേജ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു PDFനെ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട, അതായത് +2വിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു റിസൾട്ട്, ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത ശേഷം ഈ ഒരു നേരത്തെ നിങ്ങൾ +2വിൻ്റെ റിസൾട്ടിൻ്റെ ഫോട്ടോ, അതായത് PDFനെ ഫോട്ടോ ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ, അതായത് അതിലെ ആദ്യത്തെ പേജിലാണ് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പേജും അതുപോലെ നിങ്ങളുടെ +2വിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ, അത് കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയും കൂടി ഒറ്റ PDF ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോട്ടിഫിക്കേഷൻസിൽ, അതായത് ഇവിടെ ആ ഒരു പേജിൽ തന്നെ ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആരുടെ ആപ്ലിക്കേഷനിലൊക്കെയാണ് തെറ്റുള്ളത്, അതെന്ത് തെറ്റാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. അപ്പോൾ കീമിൻ്റെ ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മാത്രമാണ് ഈ ഒരു +2വിൻ്റെ മാർക്ക് നോക്കുന്നത്. ഫാർമസി കോഴ്സിലേക്ക് റാങ്ക് ലിസ്റ്റ് ഫാർമസി എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്.
അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് 2025 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതാ പരീക്ഷയുടെ, അതായത് +2 അല്ലെങ്കിൽ തത്തുല്യം രണ്ടാം വർഷത്തിൽ, അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ c.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടതാണ്. കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ടെക്നോളജി എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് 2/6/2025 വൈകുന്നേരം 3 മണിവരെയാണ് വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാവുക. മേൽപ്പറഞ്ഞ പ്രകാരം വെബ്സൈറ്റ് വഴി യഥാസമയം യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ 2025 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല. മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാർത്ഥികൾ അവരുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള, അത് ENGG എന്നുള്ള മെനു ഐറ്റം ക്ലിക്ക് ചെയ്തുകൊണ്ട് യോഗ്യതാ പരീക്ഷയിൽ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഒരു ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ് പേജിൽ കാണുന്നതാണ്. വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം അത് കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇനി വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം +2 അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റുകൾ PDF ഫോമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകമില്ലാത്തതും ആയിരിക്കണം. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അതെന്താണെന്ന് നോക്കാം. യോഗ്യതാ പരീക്ഷയിലെ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ചതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായോ ഹാർഡ് കോപ്പിയായിട്ടോ വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികളും ബോർഡിൽ ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികളും +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അപേക്ഷകൻ സമർപ്പിക്കുന്ന +2 മാർക്ക്, പരീക്ഷാ ബോർഡ്, ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയവും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഏപ്രിൽ 23 മുതൽ 29 വരെ, അതായത് 24/4/25 ഒഴികെ നടത്തിയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതി പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.5i പ്രകാരം നിശ്ചിത യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത നേടുകയും ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുക. അതായത് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ അർഹത ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.